വെൽക്കം ടു ദ ക്ലാസ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ സീരീസ് ആണ് ഇത്. അപ്പോൾ ഈ വീഡിയോ സീരീസിൽ ഇതിനു മുമ്പ് നമ്മൾ കൺസ്യൂമർ എന്നുള്ള വാക്കിന്റെ ഡെഫിനിഷൻ ആണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കംപ്ലൈനന്റ് എന്നുള്ള വാക്കിന് ഈ ആക്ടിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് വന്നിട്ടുള്ള കൺസ്യൂമർ എന്നുള്ള വാക്കിന്റെ ഡെഫിനിഷനുള്ള വീഡിയോ അഥവാ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പോയി കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് കംപ്ലൈനന്റ് ആരാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, യെസ്. ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമ്മൾ കൺസ്യൂമർ കോടതികളിൽ കംപ്ലൈന്റ് കൊടുക്കാൻ ആർക്കാണ് സാധിക്കുക എന്നാണ് നമ്മളിപ്പോൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അത് ആർക്കൊക്കെ സാധിക്കും എന്ന് ആക്ടിൽ പറയുന്നുണ്ട്. ഓക്കെ, അത് ആർക്കൊക്കെയാണ്? ഒന്നാമത്, നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുന്ന ആള് ഒരു കൺസ്യൂമർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ചോദ്യം വരും, ആരാണ് ഈ കൺസ്യൂമർ? അതിനുള്ള ഉത്തരമാണ് ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ കൺസ്യൂമർ എന്നുള്ള വാക്കിന്റെ ഡെഫിനേഷന്റെ ഉള്ളിൽ വരും എന്ന്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണണം. അല്ലെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു സാധനം പണം കൊടുത്ത് വാങ്ങുകയോ പണം കൊടുത്തു വാങ്ങിയ ആളുടെ പെർമിഷനോടുകൂടി ഉപയോഗിക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസ് പണം കൊടുത്ത് അവെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ പണം കൊടുത്ത് അവെയിൽ ചെയ്യുന്ന ആളുടെ സമ്മതത്തോടും പെർമിഷനോടും കൂടി അവെയിൽ ചെയ്യുകയോ ചെയ്യുന്ന ഏതൊരാളും കൺസ്യൂമർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു കൺസ്യൂമർക്ക് ഈ ആക്ട് പ്രകാരം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൺസ്യൂമർ കോടതിയിൽ കംപ്ലൈന്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ അതാണല്ലോ ചർച്ച ചെയ്യുന്നത്, ആരാണ് കംപ്ലൈനന്റ്. ഓക്കെ, കംപ്ലൈനന്റ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കംപ്ലൈന്റ് കൊടുക്കാൻ യോഗ്യതയുള്ള ആൾ. ഓക്കെ, ഒന്നാമത് അത് കൺസ്യൂമർ ആണ്. ഇനി കൺസ്യൂമർ അല്ലെങ്കിൽ ഒരൊറ്റ കൺസ്യൂമർക്ക് പലപ്പോഴും എന്താ ഉണ്ടാവുക, നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാനൊക്കെ പേടിയാണ്, കോടതികളിലേക്ക് പോവാൻ പേടിയാണ്, അതിന്റെ പ്രൊസീജിയറൊക്കെ അവസാനം നമ്മൾ അവിടെ കുടുങ്ങിപ്പോവോ എന്നുള്ള പേടികളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ പല കൺസ്യൂമർ കേസുകളും ഫയൽ ചെയ്യപ്പെടാതെയൊക്കെ പോകുന്നത് നമ്മൾക്ക് ഈ ഒറ്റയ്ക്ക് കോടതിയിലൊക്കെ പോകാൻ പേടിയുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനി വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ, അതായത് ഈ ഉപഭോക്തൃ സംഘടനകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ മടിയുള്ള കാര്യമാണെങ്കിലും ഒരു സംഘടനയുടെ ബലം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് തോന്നും ഇല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള കൺസ്യൂമർ ഓർഗനൈസേഷൻ രജിസ്റ്റേർഡ് ആയിരിക്കണം. ഓക്കെ, ഏതെങ്കിലും നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അതായത് ഇന്ന് നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കൺസ്യൂമർ അസോസിയേഷൻ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ യോഗ്യത. അതായത് കൺസ്യൂമർ അസോസിയേഷന് കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ അതിലെ മെമ്പർമാരുടെ ആരുടെയെങ്കിലും ഒക്കെ കംപ്ലൈന്റ് ആവാം അല്ലേ. അപ്പോൾ അവർക്കും ഈ മെമ്പർമാർക്ക് വേണ്ടി കംപ്ലൈന്റ് കൊടുക്കാനുള്ള യോഗ്യതയുണ്ട്. അവരും ഒരു കംപ്ലൈനന്റ് എന്നുള്ള കാറ്റഗറിയിൽ വരും എന്നാണ് ആക്ട് പറയുന്നത്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കംപ്ലൈനന്റ് ആവാം, സ്റ്റേറ്റ് ഗവൺമെന്റും കംപ്ലൈനന്റ് ആവാം. ഗവൺമെന്റ് ഇതൊന്നും അല്ലെങ്കിൽ എനി സെൻട്രൽ അതോറിറ്റി അവർക്കും ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കംപ്ലൈനന്റ് ആവാൻ സാധിക്കും. ഇനി ഇപ്പൊ നമുക്കൊരു വോളണ്ടറി അസോസിയേഷൻ എന്ന് ഞാൻ പറഞ്ഞു, അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അസോസിയേഷൻ ആവണം. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു അസോസിയേഷനൊന്നും പരിചയമില്ല, ഞാൻ അങ്ങനത്തെ അസോസിയേഷൻ്റെ ഒന്നും മെമ്പറും അല്ല. എന്നാൽ അതേസമയം ഞാനൊരു കൺസ്യൂമർ ആണ്, എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്, കംപ്ലൈന്റ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തനിച്ചു പോയി കോടതിയിൽ പോയി കേസ് കൊടുക്കാനെന്നുള്ള എനിക്ക് ധൈര്യമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ, ഞാൻ അന്വേഷിക്കുകയാണ് എൻ്റെ ചുറ്റും ഇതേപോലുള്ള പ്രശ്നങ്ങളുള്ള വേറെയും കൺസ്യൂമേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരേ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് കൺസ്യൂമേഴ്സ് ഒന്നിച്ച്, അതായത് അവരൊരു ഓർഗനൈസേഷൻ ഒന്നും ആയിരിക്കില്ല, പക്ഷേ ഇപ്പൊ എൻ്റെ തൊട്ട് താമസിക്കുന്ന ഏതൊരാൾക്കും ഇതേ പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ഒരു കംപ്ലൈന്റ് കോടതിയിൽ കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? തനിച്ചല്ല എന്ന തോന്നലുണ്ടാവും. ഒരുമിച്ചാവുമ്പോൾ നമുക്ക് കുറെ കൂടി ഒരു ബാർഗെയിനിങ് പവർ ഉണ്ടാവും, ഇത് നടത്തി കൊണ്ടുപോകാനുള്ള ഒരു മാൻ പവർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഇത്തരത്തിലുള്ള മാസ് ആക്ഷൻസിനെ, ക്ലാസ് ആക്ഷൻസിനെ പ്രത്യേകമായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ടിൽ ഈ ഒരു പ്രൊവിഷൻ ആഡ് ചെയ്തിരിക്കുന്നത്. വൺ ഓർ മോർ കൺസ്യൂമേഴ്സ് വെർ ദർ ആർ ന്യൂമറസ് കൺസ്യൂമേഴ്സ് ഹാവിങ് ദ സെയിം ഇൻട്രസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ലീക്കേജുകളിൽ അങ്ങനത്തെയൊക്കെയുള്ള ന്യൂക്ലിയർ പ്രശ്നങ്ങളിൽ
അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് അറിയാം ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ എന്താ ഒരു പ്രശ്നം, പക്ഷെ അത് ബാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെല്ലാവരും ഒന്നിച്ച് ഒരൊറ്റ കംപ്ലൈന്റ് കൊടുക്കാം. അമേരിക്കയിൽ ഇതിന് ക്ലാസ് ആക്ഷൻസ് എന്നൊക്കെയാണ് പറയുക. ഓക്കെ, അപ്പൊ അത് ഇന്ത്യയിലും വരണം, കാരണം ഇന്ത്യ അതുപോലത്തെ ഒരു രാജ്യമാണ് അല്ലെ. ഇനി അതല്ലെങ്കിൽ കൺസ്യൂമർ പക്ഷെ മൈനർ ആണ്. അപ്പൊ എന്താ ചെയ്യുക? മൈനർ ആയിട്ടുള്ള കൺസ്യൂമർക്ക് വേണ്ടിയിട്ട് കൺസ്യൂമറുടെ പാരന്റോ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയനോ. ഇനി കൺസ്യൂമർ മരിച്ചു കഴിഞ്ഞു, പക്ഷെ കംപ്ലൈന്റ് ഇല്ലാണ്ട് ആവണില്ലല്ലോ. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ കൺസ്യൂമർക്ക് വേണ്ടിയിട്ട് കൺസ്യൂമറുടെ ലീഗൽ എയർ അല്ലെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവിനും കംപ്ലൈന്റ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം കംപ്ലൈനന്റ് എന്ന് പറയുന്ന ആളുകൾ ആരൊക്കെയാണ്, ഇവർക്ക് ആർക്ക് വേണമെങ്കിലും ഈ ആക്ട് പ്രകാരം കൺസ്യൂമർ കോടതികളിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാം. ഓക്കെ, അപ്പോ നമുക്ക് മനസ്സിലായി കൺസ്യൂമർ ആരാണെന്ന് മനസ്സിലായി, കംപ്ലൈനന്റ് ആരാണെന്ന് മനസ്സിലായി. ഇനി കംപ്ലൈന്റ് എന്താണെന്ന് മനസ്സിലാവണം അല്ലെ, എന്തിനാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവണം. അത് ഇനി വരുന്ന വീഡിയോസിൽ. Till then, bye.